വീശുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെയൊക്കെ വീശിയിട്ട് നമുക്ക് കിട്ടിയ ഐറ്റോണി കാണുന്ന ചെറിയ മുള്ള, ചെറിയ കൂരിയുണ്ട്, പിന്നെ ഏകദേശം ഒരു വലിയൊരു പിലോപ്പി. അപ്പോൾ നമ്മൾ അടുത്തൊരു വീശോട്ട് കൂടി പോവുകയാണ്. കാരണം ഇപ്പോൾ വെള്ളം നല്ല വെയിലാണ്, വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മീനെ കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീശോട്ട് പോകാം. കാണാം. അതെ, നൈസായിട്ട് ഈ സാധനം അങ്ങോട്ട് അധികം പോകണില്ല. ഇവിടെ വെച്ച് വല നമ്മൾ കയ്യിലെടുക്കുന്നില്ല. കുറേ നാളായി വീശിയിട്ട് വല മേടിച്ചെന്ന ആഗ്രഹം തീർത്ത വീശി. അതുകൊണ്ട് കുറച്ച് നാളുകൾ ഇന്നാണ് നമ്മൾ വരയില്ല. അപ്പോൾ വല നമ്മൾ കുറച്ച് കയ്യിലെടുക്കുന്നുണ്ട്. പയ്യെ നമുക്ക് അതുപോലെ നമ്മുടെ ഈ മീനെടുത്തു. കമോ നമ്മളങ്ങനെ ഈ കൂരി എടുത്തിട്ട് കൂരി നമ്മൾ തേച്ച് വെളുപ്പിക്കുന്നുണ്ട്. കൂരി മാത്രമല്ല എല്ലാ മീനും തേച്ചെടുപ്പിക്കുന്നത് ഉണ്ടാ. കൂരി ഏകദേശം കൂരിയുടെ ഒരു സൈഡ് തേച്ച് കഴിഞ്ഞപ്പോൾ ഇതുണ്ട ഇതുപോലെ വെളുത്ത് വന്നു. അപ്പോൾ നമ്മൾ ഈ കൂരി മൊത്തം തേച്ചെടുത്തിട്ട് ഇനി അടുത്ത എല്ലാ ക്ലീനിങ്ങും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ പിടിച്ച മീൻ വെട്ടി ക്ലീൻ ചെയ്ത് കണ്ട പിലോപ്പി അടക്കമുള്ള സാധനങ്ങളെല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് ഇനി നമുക്ക് വീടിൻ്റെ അകത്ത് അടുപ്പിലോട്ട് പോകാം. അങ്ങനെ ആ മീനിൽ ഒഴിക്കാനുള്ള കുടംപുളി കാര്യങ്ങളെല്ലാം പുളിഞ്ചാറെല്ലാം റെഡി ആയിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, നാടൻ പുഴമീൻ കറിയാണ് നമ്മളിന്ന് വെക്കാൻ പോകുന്നത്. നാടൻ സ്റ്റൈലിലുള്ള കറി. ഇത് കണ്ട നാടൻ വീട്ടിൽ നിന്ന് പറിച്ച വേപ്പിലയാണിത്. തേങ്ങാപ്പാൽ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ട. ഏകദേശം ഒരു 1.5 തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാലാണ് നമ്മളിന്ന് അതിനകത്ത് ഒഴിക്കാൻ വേണ്ടി പോകുന്നത്. വെക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ ചട്ടി വെച്ചിട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ അരിഞ്ഞു വെച്ച ഇഞ്ചി നമ്മുടെ ചട്ടിക്കകത്ത് ഇടുകയാണ്. അങ്ങനെ ആ ഇഞ്ചി ഒന്ന് വാടി കിട്ടുന്നത് വരെ ലേശം നമ്മൾ ടൈം കൊടുക്കുകയാണ്. അങ്ങനത്തെ നമ്മുടെ ഇഞ്ചി വാടി കൊണ്ടിരിക്കുന്നതാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതോടൊപ്പം നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയുടെ കൂടെ പച്ചമുളക് ഞാനും ഉണ്ട് നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് എടുത്ത് ചാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് നമ്മൾ മൂപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ വീഡിയോ കാണുന്നവർ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഇഞ്ചി ഒന്ന് ലേശം ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടി ലേശം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പച്ചമുളകും കൂടി ഇട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ അതൊന്ന് മൂക്കണ വരെ ഒന്ന് ചെറിയ ജസ്റ്റ് ടൈം അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസായ നമ്മുടെ അധികമൊന്നുമില്ല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇവ സാധനങ്ങളാണ്. അപ്പോൾ അത് അതിനകത്തിട്ട് പയ്യെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകണേ അപ്പോൾ ഒന്ന് മൂത്ത് കഴിഞ്ഞ് ഏകദേശം അതോടൊപ്പം തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കാം. നമുക്ക് മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇട്ടേക്കണത്. അതുപോലെ തന്നെ മുളക് പൊടിയും നമ്മൾ 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ 2.5 ടീസ്പൂൺ മുളക് പൊടിയും നമ്മൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് ലേശം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒന്ന് പയ്യെ ഒന്ന് മൂപ്പിച്ച് ഇളകിക്കൊണ്ടിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ അതിനോടൊപ്പം പുളിഞ്ചാറ്
നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന നമ്മുടെ പുളിഞ്ചാറ് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് 2 കഷ്ണം പുളിയും കൂടി നമ്മൾ വാരിയിട്ട് കൊടുത്തു. അങ്ങനെ പിന്നെയും നമ്മൾ പുളിഞ്ചാറ് ഒഴിച്ച് കൊടുത്തു. അതിന് ശേഷം ഒന്നുകൂടി ഒന്ന് തിളക്കാൻ വെച്ചു. പിന്നെ നമ്മുടെ ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത്. ഇതിനിടയിൽ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു മീൻ കറിയുടെ നല്ല പുളിഞ്ചാറിൻ്റെ സ്മെല്ല്. ഒന്ന് ഇളക്കിയങ്ങ് കൊടുത്തിട്ട് നമുക്കൊന്ന് കോരി നോക്കാം. അപ്പോൾ ഒന്ന് ചെറിയൊന്ന് ഇതായി വരും, ഒന്ന് അടിയിൽ പിടിച്ച് കുഴമ്പ് രൂപമായി വരാൻ നേരത്ത് നമ്മുടെ വെട്ടി വെച്ച മീൻ കുട്ടന്മാരെ നമ്മൾ പയ്യെ ചട്ടിക്കകത്ത് നമ്മൾ വേറുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നവരോട് പ്രത്യേകം പറയാം, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻചാറ് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിളച്ച മീൻചാറിലോട്ട് നമ്മൾ പയ്യെ നമ്മുടെ കഷ്ണങ്ങൾ വാരി വിതറുന്നതിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ നമ്മളിത് തിളച്ച് മീൻചാറിലോട്ട് ചെറുതായി നമ്മൾ കഷ്ണങ്ങൾ വാരി വിതറുകയാണ്. അങ്ങനെ വെട്ടിവെച്ച കൂരി, പിലോപ്പി അങ്ങനെയുള്ള മീനുകളുടെയും എല്ലാ മീനിൻ്റെയും നല്ല ഫ്രഷ് മീനാണ്. നല്ല നമ്മൾ പുഴയിൽ വീശി നല്ല ഐസിടാൻ നല്ല കിടിലൻ മീൻ. അങ്ങനെ നമ്മളത് എടുത്ത് വെച്ചിട്ട് ഒന്ന് പയ്യെ ചെറിയ മീനുകളും കൂടി ആ ഗ്യാപ്പുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നതാണ്. കുറച്ച് കുഞ്ഞു മുള്ളൻ, പ്രാഞ്ഞി അങ്ങനെയുള്ള ചെറിയ മീനുകളെല്ലാം നമുക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മളതെല്ലാം കൂടി ഒന്നുകൂടി എല്ലാം കൂടി എടുത്തിട്ട് കൊടുത്ത് നമ്മളൊന്ന് സാധനം സെറ്റാക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടി പോകണം. നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലേശം ഒന്ന് കുറച്ച് നേരം മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ഒരു 2 മിനിറ്റത്തോളം നമ്മൾ മൂടി വെച്ച് ഒന്ന് തുറന്ന് നോക്കി. അടിപൊളി, ഒന്നും പറയാനില്ല. മീൻ കറി എന്ന് പറഞ്ഞാൽ ഇതാണ്. നല്ല ഒന്നാന്തരം പുഴമീൻ കറി. ചെമ്മീൻ കെട്ടുകളിലൊക്കെ നാടൻ കുത്തരിച്ചോറ് കൊണ്ടിട്ട് ഉണ്ടാക്കുന്ന അടിപ്പം പുഴമീൻ കറിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ പിഴിഞ്ഞ് വെച്ചിരുന്ന തേങ്ങാപ്പാൽ അതിൻ്റെ പുറമെ നമ്മൾ പയ്യെ ഒഴിച്ച് കൊടുക്കണതാണ്. ഇതൊക്കെ പറയുമ്പോൾ നാവിൽ വെള്ളം ഊറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ നാടൻ കറി ഏകദേശം സെറ്റായി. ഇനി ആ കറിയുടെ ചാറില്ലാത്തിട്ട് എല്ലായിടത്തേയും കയറുന്നതിന് വേണ്ടി പയ്യെ 2 സൈഡിൽ നിന്ന് നമ്മൾ കോരി ചട്ടിയിൽ നിന്ന് കറക്കി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് താലോലിച്ച് കഴിയാൻ നേരത്ത് ഏകദേശം നമ്മുടെ മീൻ കറിയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചുമ്മാ ഒരു തിളയും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി മീൻ കറിയായിട്ടിരിക്കും. അതാണ് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല സൂപ്പർ നല്ല നാടൻ പുഴമീൻ കറി എന്ന് പറയും. നിസ്സാര സമയം കൊണ്ടാണ് നമ്മൾ ഈ കറിയെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ രാവിലെ വീശാൻ പോയി വന്നു, മീൻ വെട്ടി ക്ലീൻ ചെയ്തു, എല്ലാം ചെയ്ത് നല്ല സൂപ്പറാക്കി കഴുകി വൃത്തിയാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ നമ്മൾ കറികളെല്ലാം ഉണ്ടാക്കി. അങ്ങനെ നമുക്കൊന്ന് കോരി എടുക്കണമെന്ന്, അതായത് ബാക്കി വന്നിരുന്ന ഒരു ഇത്തിരി തേങ്ങാപ്പാലും കൂടി ഉണ്ട്, അതും കൂടി ഒഴിച്ച് കൊടുത്ത്. അപ്പോൾ കറി ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പയ്യൊന്ന് കോരി ടേസ്റ്റ് നോക്കാം. അടിപൊളി, സൂപ്പർ, ഒന്നും പറയാനില്ല, കിടിലെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല നാടൻ കുത്തരിച്ചോറെടുത്ത് അതിനകത്തിട്ട് ആദ്യം തന്നെ നമ്മളെ പിലോപ്പിയുടെ ആ കൂരിയുടെ തല എടുത്ത് വെക്കണേന്. കൂരിത്തലയും പിലോപ്പിത്തലയും എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കൂരിത്തല എല്ലാം കഴിയാൻ പറ്റില്ല, ഒന്ന് പയ്യെന്നിങ്ങനെ നാക്കൊണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ വലിക്കാൻ എന്ത് രസമായിരിക്കും അറിയൂ. അങ്ങനെ നമ്മളൊരു ഇത്തിരി ചാറും കൂടി എടുത്തിട്ട്, ചാറ് ഒരു മുള്ളൻ ഉണ്ടായിരുന്നു, നല്ല ഒരു വലിയ മുള്ളൻ, ആ മുള്ളനും എടുത്ത് ഒരു ഇത്തിരി ചാറും കൂടി ആ സൈഡിലോട്ടങ്ങ് ഒഴിക്കും. എന്നിട്ട് നേരെ നമുക്ക് നോക്കാം ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. ഇതാണ് നമ്മുടെ നാടൻ സ്റ്റൈല് സാധനം. നല്ല കുത്തരി ചോറും നല്ല ചൂട് പുഴമീൻ കറിയും കൂടി കൂട്ടി പയ്യെ നമുക്കൊന്ന് പിടിച്ച് നോക്കാം. അടിപൊളിയായിരുന്നു ഐറ്റം, ഒന്നും പറയാനില്ല, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കൃത്യമായി പറയുക. അപ്പോൾ ഒരു ഉരുളവാരി വായിൽ വെച്ച് നോക്കുക. അതിനെ മുള്ളനിൽ നിന്നൊരു ചെറുതെടുത്ത് സൂപ്പർ. പിലോപ്പിയുടെ തലയുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ ഇത്തിരി കൂടി എടുത്ത് മാറ്റി വെച്ചിട്ട് കൂരിന്ന് കൊടുത്ത്, ഒന്നും പറയാനില്ല, അടിപൊളി. ഉച്ചക്ക് വിശന്നിരുന്നതുകൊണ്ടല്ലോ ഒന്നും പറയാനില്ല, സൂപ്പർ. ഇനി അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും വണക്കം.